ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, കേരള സ്റ്റോറി 2 എന്നുള്ളത് ഒരു കാരണവശാലും ബാൻ ചെയ്യാൻ പാടില്ല. അതൊക്കെ മലയാളികൾ കാണണം. ഇപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറിയെക്കുറിച്ച്, ഈ കേരള സ്റ്റോറിയെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മീംസ്, ട്രോളൊക്കെ കണ്ടാലുണ്ടല്ലോ, അല്പം ഉളുപ്പുള്ള ആരെങ്കിലും ആണെങ്കിലുണ്ടല്ലോ, ഗംഗാ നദിയിൽ ചാടിച്ചാകും, മുങ്ങിച്ചാകും. എമ്മാതിരി പ്രയോഗങ്ങളാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. ഹൈക്കോടതിയുടെ ഇടപെടലോട് കൂടിയിട്ട് അതിന്റെ ടീസർ പിൻവലിച്ചു. ടീസറിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പെൺകുട്ടിയെ നിർബന്ധമായിട്ട് ഈ ബീഫ് തെറ്റിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ വിവരദോഷികളായ ഇവന്മാർ, ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ ഹിന്ദു വിഭാഗക്കാരൊന്നും ബീഫ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള BJP നേതാക്കൾ ബീഫ് കഴിക്കുന്നവരല്ലേ? അവരാരും അത് പറയാതിരുന്നിട്ടുണ്ടോ? എത്രയോ BJP നേതാക്കൾ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഡൽഹി ചെന്ന് കഴിയുമ്പോൾ ഈ കൗ എന്ന് പറയുന്നത് ഇവർക്ക് മമ്മിയാണ്, കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ എമ്മിയാണ്. ഇവിടെ കേരളത്തിനെ, നമ്മുടെ സംസ്ഥാനത്തിനെ ഇവിടെ BJP-ക്കാർ സംഘികളെ കണ്ടമാനം അങ്ങ് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ് പോയെന്ന് തോന്നുന്നു. എന്തായാലും ആ പണി, കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന, കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന ആ പണി നല്ല വൃത്തിയായിട്ട് ജോൺ ബ്രിട്ടാസും A. റഹീമും ഒക്കെ പാർലമെന്റിൽ കിടന്ന് കാണിക്കുന്നത് ലോകം കാണുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വേറെ ആരുടെ സഹായമൊന്നും ആവശ്യമില്ല.